എനിക്ക് നേരെ ഇപ്പോൾ ഒരു കയ്യേറ്റം വരുമ്പോൾ അതിനെ പ്രതിരോധിക്കാൻ എൻ്റെ ഗവൺമെൻറ് നിന്നില്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പേര് നടപടി വരും. ഞാൻ പറഞ്ഞാൽ പോലും അദ്ദേഹം എൻ്റെ പിന്നിൽ നിന്ന് മാറില്ല. അത് ഗവൺമെൻറ് ഡ്യൂട്ടിയാണ്. പോലീസ് പിടിച്ചു മാറ്റിയ ആളല്ല, ആക്രമിക്കാൻ പോകുന്നവരെയാണ്. അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം, എന്തിനാ ഈ 2-3 കുട്ടികളെ കല്ലും ഈ കറുത്ത തുണി കെട്ടിയിട്ട് എറിയാനും പിടിക്കാനും അയക്കുന്നത്? എന്താ അവരുടെ ഡിമാൻഡ്? എന്താ ഈ കരിങ്കൊടി ഉയർത്തി പ്രതിഷേധിക്കുന്നതിന് ഡിമാൻഡ് എന്താ? എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? എന്താ ഡിമാൻഡ്? 3-4 ആളുകൾക്ക് എന്തെങ്കിലും ഡിമാൻഡുണ്ടോ? ഇതെല്ലാം നിരാശ ബാധിച്ച കോൺഗ്രസ് നേതൃത്വം, UDF നേതൃത്വം, UDFിൻ്റെ നേതൃത്വം എന്നാകെ ഞാൻ പറയുന്നില്ല, കോൺഗ്രസ്സിലൊരു വിഭാഗം അവരസഹിഷ്ണുതയാണ്. ഈ കേരളത്തിൽ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന വലിയ മാറ്റം, ബഹുജന മുന്നേറ്റം, എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകളും കോൺഗ്രസിൻ്റെ തന്നെ പ്രധാനികൾ വന്ന് വരവേൽക്കുകയല്ലേ. ഇത് കാസർഗോഡ് മുതൽ ആരംഭിച്ചില്ലേ, മഞ്ചേശ്വരം മുതൽ ആരംഭിച്ചില്ലേ, ഇന്നലെയും കണ്ടില്ലേ, ഇനിയും കാണാനിരിക്കുന്നതല്ലേ ഉള്ളൂ. അങ്ങനെ കോൺഗ്രസ് നേതാക്കൾ, മറ്റു പാർട്ടിയിൽപ്പെട്ടവർ, കോൺഗ്രസിന് അനുഭാവികളെല്ലാം കേരളത്തിൻ്റെ താല്പര്യമാണ് നമ്മുടെ താല്പര്യം, കേരള ജനതയുടെ താല്പര്യമാണ്. ആ താല്പര്യം സംരക്ഷിക്കാൻ ഗവൺമെൻറ് മുന്നോട്ട് വന്നാൽ അതിനെ പിന്തുണക്കുകയാണ് ഒരു കേരളീയൻ്റെ ചുമതല എന്ന നിലപാട് സ്വീകരിച്ചുകൊണ്ട് രംഗത്ത് വരികയല്ലേ. അത് കോൺഗ്രസിനകത്ത് ഉണ്ടാക്കിയിരിക്കുന്ന, കോൺഗ്രസിലെ ഒരു വിഭാഗം നേതാക്കൾ ഉണ്ടാക്കിയിരിക്കുന്ന വല്ലാത്ത മാനസിക അസ്വാസ്ഥ്യം ഇത്തരമൊരു നിലയിലേക്ക് ചെന്നെത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ കോൺഗ്രസ് നേതൃത്വം അക്രമത്തിൻ്റെ വഴികൾ ഉപേക്ഷിച്ച് ജനാധിപത്യപരമായ നടപടികൾ സ്വീകരിക്കുക. ഈ വികലാംഗനെതിരായി കറുത്ത കൊടിയും കൊണ്ട് നടക്കുന്നു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഒരു വികലാംഗൻ്റെ വഴിയാണോ ഈ വികലാംഗത്വം കൊണ്ട് കൊടിയും പിടിച്ചിട്ട് മുഖ്യമന്ത്രിയുടെ കാറിന് മുമ്പിലേക്ക് പോലെ? എന്തിനാ ആ പാവത്തെ പറഞ്ഞയച്ചത്? ആ പറഞ്ഞവർക്കെതിരായിട്ടാണ് നിങ്ങളുടെ വികാരം ഉയരേണ്ടത്. ഈ നടക്കാൻ വയ്യാത്തൊരു പാവത്തെ പിടിച്ചുകൊണ്ടുവന്ന് കറുത്ത കൊടിയും കൊടുത്തിട്ട് മുഖ്യമന്ത്രിയുടെ കാറിന് മുമ്പിലേക്ക് തള്ളുന്നതിനെ കുറിച്ചല്ലേ നമ്മൾ ചിന്തിക്കേണ്ടത്? അതാണ് തെറ്റ്. തെറ്റിനെ നമ്മൾ ശരിയായ നിലയിൽ നോക്കൂ. ആ തെറ്റിനെ ആക്ഷേപിക്കാൻ മുന്നോട്ട് വരും.